എല്ലാവർക്കും നമസ്കാരം. നിജിഷാസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വൈകുന്നേരത്തെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ സ്പെഷ്യലായിട്ട് പാനിപ്പൂരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അടുക്കള ക്ലീനിങ്ങും ഫിഷ് കറി ഒക്കെ ഉണ്ടാക്കിയതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എത്ര ചെയ്താലും അടുക്കളയിൽ ഒഴിയാത്തൊരു പണിയാണ് പാത്രം തേക്കുക എന്നുള്ളത്. ഞാൻ ദിവസം ഒരു 4 നേരമെങ്കിലും പാത്രം തേക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരളവാണ് പറഞ്ഞത്. ഇത് കൂടുതൽ തവണ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ അത്താഴത്തിന് വേണ്ടിയിട്ട് പാനിപ്പൂരി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് പുതിനയില, മല്ലിയില ഒക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചിയും കുറച്ച് 3-4 പച്ചമുളകും എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ആദ്യം കുറച്ച് മല്ലിയിലയും അതേ അളവിൽ പുതിനയിലയും ഇട്ടിട്ട് നമ്മൾ ഗ്രീൻ ചട്നി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട്, ഒരു 3-4 പച്ചമുളകും ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് പുളിയാണ്. ഒരു ചെറിയ കഷ്ണം പുളിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം കൂട്ടാതെ അരച്ചിട്ട് പിന്നെ വെള്ളം ചേർത്താണ് ഇത് കഴുകിയെടുക്കുന്നത്. ആദ്യമേ നമുക്ക് ആവശ്യത്തിനുള്ള ലിക്വിഡാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഗ്രീൻ ചട്നി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്തുള്ള ഫില്ലിങ്സിൽ നമ്മൾ പൊട്ടറ്റോ വേവിച്ചെടുക്കുന്നുണ്ട് ഒരു സൈഡിൽ. അതിനൊപ്പം തന്നെ ഞാൻ തുവരപ്പരിപ്പ് കൂടി വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പറ്റുമെങ്കിൽ വീഡിയോസ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ ആദ്യമേ പൊട്ടറ്റോ വേവിച്ചെടുത്തതിലേക്ക് ഒരു സവോള, മീഡിയം സൈസ് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പുതിനയില, മല്ലിയില, അതുപോലെ തന്നെ പരിപ്പ് വേവിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഞാൻ ഇതിലേക്കും കുറച്ച് നമ്മുടെ മലായി സേവ് ഉണ്ടല്ലോ, അത് ആ ഒരു വെള്ളത്തിൽ ഇടാനായിട്ടും പാനിപ്പൂരി ബേൽപൂരി ഉണ്ടാക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ കുറച്ച് ചാട്ട് മസാലയും പിന്നെ നമ്മൾ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്തിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. വെള്ളമൊന്നും ചേർക്കത്തില്ല കേട്ടോ. ചെറിയ പാത്രം ആയതുകൊണ്ട് ഞാനൊരു വലിയ പാത്രത്തിലേക്കിട്ട് കൈകൊണ്ട് തന്നെ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ഫില്ലിങ്ങിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാനിപ്പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാതിരിക്കുക. പിന്നെ നമ്മൾ നമ്മുടെ ഡേറ്റ്സിൻ്റെ ചട്നി ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഡേറ്റ്സും പുളിയും കൂടി ഒന്നിച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇത് രണ്ടും കൂടി പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ ഒരു തവയിൽ അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ശർക്കര കൂടി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ശർക്കരയും നമ്മുടെ പുതിനയിലയും മല്ലിയിലയും ഉപ്പും ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ചാട്ട് മസാല കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതുകൂടി നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് മുളക് പൊടി കൂടി യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു സ്പൈസും ചെറിയൊരു പുളിപ്പും ഒക്കെയുള്ളൊരു ചട്നിയാണിത്. അതിനുശേഷം ഇത് മിക്സിയിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് പാനിപ്പൂരി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഓയിൽ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് എന്താ പറയുക, നമ്മൾ ഈ ഒരു പൂരി ഇത് മേടിച്ചതാണ് കേട്ടോ. മേടിച്ചിട്ട് ഫ്രൈ ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ചിലതൊക്കെ നല്ല ബോളായിട്ട് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ചിലതൊന്നും വീർക്കാതെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പൂരി അങ്ങ് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ പൂരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത്താഴത്തിന് ശേഷം ബാക്കി പണികളിലേക്ക് കിടക്കാം. ഞാൻ മീൻകറിയൊക്കെ വയ്ക്കുമ്പോൾ എന്ന് വെച്ചാലും തലേ ദിവസം വെച്ച് വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അതാ ഇതുപോലെ നമ്മുടെ ഒരു പൂരി എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ പൊട്ടിച്ച് കൊടുത്തിട്ട് നമ്മൾ ഓരോ ഫില്ലിങ്സ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും കഴിക്കാൻ ആരെയും പഠിപ്പിക്കണ്ട എന്നെനിക്കറിയാം, എങ്കിലും കാണിക്കുന്ന ഒരു രസമാണല്ലോ, അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ പുളിച്ചട്നിക്ക് ശേഷം നമ്മുടെ ഫില്ലിങ്സിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഗ്രീൻ ചട്നിയിൽ അങ്ങ് മുക്കി കോരി കഴിക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്പൂണിൽ കോരി ഒഴിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ അത്താഴം കഴിഞ്ഞിട്ടുണ്ട്. ഞാനതിൽ നിന്നൊരു 5 എണ്ണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മീൻകറി വെക്കാനായിട്ട് കയറിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് നമ്മളൊരു ജാറിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി, ഒരു ടേബിൾ സ്പൂണിനടുത്ത് തന്നെ നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി 2 ടീസ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
കൂടുതലും ഞാൻ കാശ്മീരി മുളക് പൊടി തന്നെയാണ് ചേർക്കാറ്. പക്ഷേ ഇതിൽ നോർമൽ എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തേങ്ങ ചേർക്കുന്നതായതുകൊണ്ട് അത്രയും നമുക്ക് എരിവ് ഫീൽ ചെയ്യില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും 3-4 പച്ചമുളകും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ പതുക്കെ തിളപ്പിക്കാനായിട്ട് വയ്ക്കുക. പിന്നെ അതിലേക്ക് മാങ്ങ ഇട്ടാണ് കേട്ടോ നമ്മളിന്ന് കറി വയ്ക്കുന്നത്. ഒരു ചെറിയ മാങ്ങ ഫുള്ളായിട്ട് പുളി നോക്കിയിട്ടിടണം, ഇട്ടിട്ടുണ്ട്. പിന്നെ നത്തോലിയാണ് നമ്മൾ കറി വയ്ക്കുന്നത്. അപ്പം നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എനിക്ക് കുറച്ചുകൂടി ഇടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നത്തോലി കുഞ്ഞുങ്ങളെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഫ്രോസൺ ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് ഒരു ചെറുതും കൂടി കുറച്ചുകൂടി ഐസ് മാറാനുണ്ടായിരുന്നു. അതിപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ തിളയിൽ കിടന്നങ്ങ് മാറിക്കോളും. നമ്മുടെ ഒരു 5 മിനിറ്റ് തിളയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ മീൻ കറി റെഡിയാവും കേട്ടോ. നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും വീണ്ടും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി സെറ്റ്. പിറ്റേ ദിവസത്തേക്ക് എടുക്കാൻ നല്ല അടിപൊളി കറിയാണ്. പിന്നെന്താ, ബാക്കി പറയാനൊന്നുമില്ലല്ലോ. നമ്മൾ ഫുൾ അടുക്കള ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ കിടന്നുറങ്ങാറുള്ളൂ, ഓൾമോസ്റ്റ് എല്ലാ ഡേയ്സിലും തന്നെ. പിന്നെ ഒരു വലിയ പാത്രം കഴുകാണ്. എത്ര കഴുകി വെച്ചാലും ഉണ്ടല്ലോ വീണ്ടും പാത്രങ്ങളിങ്ങനെ നമ്മൾ എന്താ പറയുക, ഇരട്ടിക്കുക എന്ന് പറയത്തില്ലേ, അതുപോലെയാണ് പാത്രം തേക്കാനുള്ളത്. ഞാനൊരു ചെറിയ ഇതുപോലെ വെള്ളം ഊർന്നു പോകുന്നൊരു ഇത് വെച്ചിട്ടുണ്ട്. അതിൽ നിറയുന്ന പാത്രങ്ങളാണ് ഞാൻ ആദ്യം തേച്ച് കഴുകി വെക്കുക. അതിനുശേഷം ആ വെള്ളം തോർന്നു പോയതിന് ശേഷം പാത്രങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് വീണ്ടും കഴുകും. എനിക്ക് ഒന്നില്ലെങ്കിൽ ഈ പാത്രം വയ്ക്കുന്നത് അല്ലെങ്കിൽ വാഷ് ബേസൺ ഇത് ഫ്രീ ആയിട്ട് ഇന്നേ വരെ കിടന്നിട്ടില്ല. അതിങ്ങനെ ഒഴിയാണ്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പാത്രം തേച്ച് സത്യം പറഞ്ഞാൽ മടുത്തു പോയിട്ടുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ഒത്തിരി പാത്രങ്ങളൊന്നും എടുത്ത് യൂസ് ചെയ്യുന്ന ഒരാളല്ല. ഒരു പാത്രം എടുത്തു കഴിഞ്ഞാൽ മാക്സിമം ആ പാത്രത്തിൽ തന്നെ കുക്ക് ചെയ്ത് മാറ്റി അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. എങ്കിലും നമുക്ക് ഇഷ്ടംമാതിരി പാത്രങ്ങൾ വന്നു ചേരും കേട്ടോ. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എങ്ങനെ ചെയ്താലും പാത്രങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒഴിയുന്ന ഒരു നേരം നമുക്കുണ്ടായിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ സ്റ്റോപ്പർ വെച്ചിട്ടാണ് കേട്ടോ പാത്രം തേക്കുന്നത്. ഇല്ലെങ്കിൽ ഇതെല്ലാം ഇതിൻ്റെ ഇടയിൽ പോയി ബ്ലോക്കാവും. ഇനി പിന്നെ ലാസ്റ്റ് കുറച്ച് പാത്രങ്ങളും കൂടെ ഉള്ളൂ. ഞാൻ ആ വെള്ളം ഫുള്ള് ഒഴുക്കി കളഞ്ഞതിന് ശേഷം, അതായത് വേസ്റ്റ് എല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം ആ പാത്രങ്ങളും കൂടി കഴുകി വെച്ചിട്ട് ഞാൻ ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ കിടക്കാൻ പോയെങ്കിലും ഞാൻ പിന്നെ ഒരു 3-4 പ്രാവശ്യം കൂടി അടുക്കളയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ തന്നെ ചായ കുടിച്ച പാത്രം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സോ എന്തെങ്കിലും കഴിക്കാനായിട്ട് എടുത്ത പാത്രം, അതൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കിട്ടും. അപ്പോൾ അതെല്ലാം ചെയ്ത് ഇതിനൊക്കെ മുമ്പ് ഞാൻ വീട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. എന്തായാലും അടുക്കള ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഉറങ്ങാനായിട്ട് ലൈറ്റൊക്കെ അണച്ച് പോയി കിടന്നപ്പോഴാണ് പിന്നെയും ഓരോ സാധനങ്ങൾ എടുത്ത് വെച്ചില്ലല്ലോ എന്നോർത്ത് തിരിച്ചു വന്ന് എല്ലാം എടുത്തു വെച്ചിട്ട് വീണ്ടും കിടന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.